ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് കറിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കത്തിപ്പാര എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നല്ല കത്തിപ്പാരയാണ് ഇത്. നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. അതിന് മുന്നേ ഞാനത് കണ്ടിച്ചിട്ട് വരട്ട്. നല്ല കണ്ടിച്ച് നമുക്ക് നല്ല തേങ്ങ അരച്ച് വെക്കാം. ഗായ്സ്, നമ്മൾ ഫിഷ് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. പൊടി അവിടെ കൊടുക്കാം. കണ്ടിച്ച് മതി. കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് ഇച്ചിരി കറി, കുറച്ച് മഞ്ഞൾപ്പൊടി. ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടി ഇടണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മളൊരു മുറി തേങ്ങ ചിരകാൻ പോവാണ്. ഇപ്പം നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇതും മറ്റു നമ്മളെ പൊടിവകകളും എല്ലാം കൂടെ അരയ്ക്കണം. മീഡിയം നമ്മൾ കത്ത് വെച്ചിട്ട് നമ്മൾ ചേർന്ന് തേങ്ങ വെച്ചിരുന്നു. തേങ്ങയും കൂടി നല്ലപോലെ അരയ്ക്കാൻ വേണ്ടി ഞാനത് ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നമ്മൾ അരയ്ക്കുമ്പോൾ ഇച്ചിരി കൊച്ചുള്ളി നല്ലതാണ്. അപ്പം നമ്മൾ കൊച്ചുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ അരയ്ക്കാം. ചേർക്കാൻ വേണ്ടി 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കഴുകി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു. ഒരു കുറച്ച് വെള്ളത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ പോകുന്നുണ്ട്. അടുക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അടി കൊടുക്കാം. നമ്മൾ തക്കാളി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് അരിഞ്ഞു കൊടുക്കാം. നമ്മൾ കത്തിപ്പാറ ഇങ്ങോട്ട് കാണാൻ കമ്മിയാണ്. ഇതിനെ പച്ച വെച്ചിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. കറി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പുറത്താണ് വയ്ക്കുന്നത്. കറി അടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി തിളയ്ക്കുമ്പോൾ നമുക്കിത് കടുക് വറുത്തിടാം. നമ്മൾ കറി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മൾ കടുക് വറുക്കാൻ വേണ്ടി ഒരു കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കടുക് വറുക്കാൻ വേണ്ടി നല്ലപോലെ പൊളിച്ച് അരിഞ്ഞ് വെച്ചേക്കാം. ഇപ്പം ഗായ്സ്, നമ്മൾ കറി തിളച്ചു. നമുക്കിതിലോട്ട് കടുക് വറുത്തൊഴിക്കാം. കടുക് വറുത്തൊഴിക്കുക. ഇതിലോട്ട് വറുക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്നുണ്ട്. ഞാൻ ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടുന്നുണ്ട്. അതിലോട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്. അത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കടുവറുത്ത് നമ്മളൊന്നുകൂടെ മീൻ കറി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വീഡിയോയിൽ ഇച്ചിരി കറി നല്ലപോലെ ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് വാങ്ങി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് പച്ചമുളകാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടമുളകുണ്ടെങ്കിൽ ഉണ്ടമുളകായിരിക്കും ഇതിനൊക്കെ നല്ലത്. പക്ഷേ ചില നല്ല ടേസ്റ്റുണ്ട്. ടേസ്റ്റ് ചെയ്യുന്ന ടേസ്റ്റുണ്ട്. നമ്മൾ ഈ തവി കൊണ്ട് ഇളക്കരുത്. മെയിനായിട്ടും നമ്മൾ ഈ കറി വെച്ചാൽ നമ്മൾ എന്തെങ്കിലും തുണി വെച്ച് ഈ 2 സൈഡും കറക്കി തുണിയിൽ പിടിച്ചില്ല. നമ്മൾ കൈ പൊള്ളിപ്പോൾ നല്ലപോലെ കറക്കിയാണ് എടുക്കുന്നത്. നമ്മൾ മീൻ പൊടിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ല സെറ്റായിരിക്കുവാണ്. കറി റെഡി ആയിട്ടുണ്ട്. മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ നമ്മളെ കത്തിപ്പാരയെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞങ്ങൾ ഇവിടെ പറയുന്നത് CD എന്നാണ്. ഞങ്ങളുടെ കത്തിപ്പാരയെന്നും പറയും. ചിലവർ എന്തിനാ വേളാപ്പാരയെന്നോ അങ്ങനെയുണ്ടൊക്കെ പറയും.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മീൻകറി നമ്മൾ പച്ചക്കറി ചിക്കുമ്പോൾ ഇതിൽ മാങ്ങ മസ്റ്റാണ്. പക്ഷേ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് തക്കാളി ആയാലും മതി. മാങ്ങ ഒരു തക്കാളി രണ്ടിലേതായാലും ഒരെണ്ണം മതി. പിന്നെ പച്ചമുളകിനെക്കാട്ടും ടേസ്റ്റ് തോന്നിക്കുന്നത് ഉണ്ടമുളകിനാണ്. ഉണ്ടമുളകിട്ട് വെക്കുന്നതാണ് പച്ചക്കറി ചിക്കൻ നല്ലത്. അപ്പോൾ എൻ്റെ മീൻകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴത്തേക്കും ടാറ്റാ.